ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ? ഇതൊരു തോരനാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ തോരൻ എന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരും എടുത്ത് കളയുന്ന സാധനമാണ്. എന്നാൽ ഇത് ഭയങ്കര ഹെൽത്തിയായ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ചേമ്പില. നമ്മളെല്ലാവരും വീട്ടിൽ ചേമ്പ് വെട്ടിയിട്ട് ചേമ്പിൻ്റെ ഇലയും തണ്ടും കളയാറില്ലേ? ഞാൻ അതിൽ നിന്നെടുത്തത് ആ ഇല. ഇത് കുരുന്നിലയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഏത് ഇലയായാലും ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെയും ഈ ചേമ്പല കൊണ്ടുള്ള തോരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ തോരൻ്റെ നല്ല ടേസ്റ്റിയാണ് ഈ തോരൻ. ആ ഇല ദേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിലുള്ള തണ്ടുകൂടെ നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം, ഒരു കുഴപ്പമില്ല. അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള, കുറച്ച് വലിയ സവാള, അതും കൂടെ അരിഞ്ഞെടുത്ത് വയ്ക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ആദ്യം സവാളയ്ക്കാണ് കുറച്ചുകൂടെ വേവ് വരുന്നത്, അതുകൊണ്ടാണ്. ആ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവട്ടെ. അത് കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പില ചേർക്കാം. ചേമ്പില ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് സവാളയായിട്ടൊന്ന് മിക്സ് ആക്കണം. അല്പം പോലും വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. വെള്ളത്തിൻ്റെ ആവശ്യമേ ഇതിൽ വരുന്നില്ല. ഇതിങ്ങനെ നന്നായിട്ട് ഇലയും സവാളയും എണ്ണയും കടുകും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ആവാൻ പാകത്തിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആ ഉപ്പോടെ ചേർത്ത് കൊടുക്കണം. ഇല ഒന്ന് വാടാൻ തുടങ്ങുമ്പോൾ ഉപ്പിടുന്നതാണ് നല്ലത്. അതാണ് ഞാൻ ഇങ്ങനെ പിന്നീട് ഇട്ടത്. ഇട്ട് ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് എരിവിന് ആവശ്യമായ മുളകും ചേർത്ത് മഞ്ഞൾപ്പൊടിയും അല്പം ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് വെക്കുക. വെച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പിലൂടെ വെന്തിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം കറുത്ത കടല വേവിച്ചതാണ്. ഇത് നിർബന്ധമല്ല, കടല ഉണ്ടെങ്കിൽ വേവിച്ച് ചേർത്താൽ മതി. ഞാനിന്ന് കടലക്കറിക്ക് തയ്യാറാക്കിയപ്പോൾ അതിൽ നിന്ന് എടുത്തു വെച്ചിരുന്നിട്ട് ചേർത്തതാണ്. ഇല്ല, പയറുണ്ടെങ്കിൽ പയർ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർക്കുക. അരപ്പ് കൂടെ ചേർത്തിട്ട് അരപ്പ് വേവാൻ പാകത്തിന് ഇതിനെ ഒന്ന് അടച്ചു വെക്കണം. കാരണം അരപ്പിൻ്റെ പച്ചമണം മാറി കിട്ടാനായിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ച് അരപ്പ് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചേമ്പില തോരൻ റെഡിയാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് എന്തുമാത്രം ടേസ്റ്റിയാണ് എന്നുള്ളത്. ഇതിപ്പോൾ കടലയോ പയറോ ഒന്നുമില്ലാതെ ചേമ്പിലയും സവാളയും വെച്ചിട്ട് മാത്രം തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാം, ആ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ. കാരണം അത്ര ടേസ്റ്റിയാണ്. നമ്മൾ ചേമ്പ് വെട്ടിയിട്ട് ചേമ്പിൻ്റെ വിത്ത് മാത്രം എടുക്കുകയും ബാക്കി അങ്ങ് കളയുകയല്ലേ ചെയ്യാറ്. ഇനി അതിൻ്റെ ഇലയോ തണ്ടോ ഒന്നും കളയരുത്. എല്ലാം നമുക്ക് രുചികരമായ പല പല ഐറ്റംസാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാ പേർക്കും ഇത് ഭയങ്കരമായി ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്ര ടേസ്റ്റിയാണ്. ചൂടോടെ ഇത് വെച്ച് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യം നമുക്ക് വേണ്ടി വരില്ല. കാരണം അത്ര ഹെൽത്തിയുമാണിത്.